വെൽക്കം ടു ഇൻസ്പയർഡ് PSC. ഖേലോ ഇന്ത്യ ഗെയിംസ് ഇന്നൊന്ന് നോക്കിയാലോ. 2018 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശപ്രകാരം കായിക താരങ്ങളെ വാർത്തെടുക്കാൻ വേണ്ടി കേന്ദ്ര കായിക മന്ത്രാലയം സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഒരു സംരംഭമാണ് ഖേലോ ഇന്ത്യ ഗെയിംസ്. ഓക്കെ, അപ്പോൾ ഖേലോ ഇന്ത്യ ഗെയിംസിൽ ഒരു വർഷം 4 ഗെയിംസ് ആണ് നടക്കുന്നത്. ഇത് രാജ്യത്ത് ഉടനീളമുള്ള വിവിധ കായിക വിനോദങ്ങൾക്കായിട്ട് മികച്ച അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ വർദ്ധിപ്പിക്കുക, അക്കാദമിയൊക്കെ നിർമ്മിക്കുക, ഇത്തരം കാര്യങ്ങളിലാണ് ഖേലോ ഇന്ത്യ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, ഒരു വർഷം 4 ഗെയിംസ് ആണ് നടക്കുന്നത്. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ്, ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ്, ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ്, ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ്. അങ്ങനെ 4 ഗെയിംസ് ആണ് നടക്കുന്നത്. നമുക്കൊന്ന് ഈ 4 ഗെയിംസും ഒന്ന് നോക്കാം. ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് 2023 നോക്കാം. 4th എഡിഷൻ ആണ് നടന്നത്. വേദി നോർത്ത് ഈസ്റ്റ് ഇന്ത്യയാണ്. ഇനോഗ്രേഷൻ എല്ലാം ഗുവാഹട്ടിയിൽ വെച്ചായിരുന്നു. മാസ്കോട്ട് അഷ്ടലക്ഷ്മി എന്ന് പറഞ്ഞ ചിത്രശലഭം, ബട്ടർഫ്ലൈ ആണ്. പിക്കിൽ കാണാം, ഇതാണ് അഷ്ടലക്ഷ്മി. വിന്നർ ചണ്ഡീഗഡ് യൂണിവേഴ്സിറ്റി ആണെന്നും കൂടെ ഓർത്ത് വെക്കാം. ചണ്ഡീഗഡ് യൂണിവേഴ്സിറ്റിയാണ് 2023 നടന്ന ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് വിന്നർ. ഇനി UP-യിൽ വെച്ച് നടന്ന 2022 ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിൽ അത്ലറ്റിക്സ് വിഭാഗത്തിൽ ചാമ്പ്യന്മാരായത് MG യൂണിവേഴ്സിറ്റി ആണെന്ന് ഓർത്ത് വെക്കണം. കോട്ടയം MG യൂണിവേഴ്സിറ്റിയാണ് 2022 അത്ലറ്റിക്സ് വിഭാഗത്തിൽ വിന്നറായത്. 2022 യൂണിവേഴ്സിറ്റി ഗെയിംസ് നടന്നത് ഉത്തർപ്രദേശിൽ വെച്ചാണ്. അന്നത്തെ ഭാഗ്യചിഹ്നം ജിത്തു എന്ന സ്വാം ഡിയർ ആണ്. മാനാണ്, ജിത്തു എന്ന മാനായിരുന്നു അന്നത്തെ ഭാഗ്യചിഹ്നം. അപ്പോൾ നമുക്ക് ലിസ്റ്റ് ഒന്ന് നോക്കാം. ലിസ്റ്റ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് വിന്നേഴ്സ് ലിസ്റ്റാണ്. അപ്പം 2020 ആരംഭിച്ചത്. അന്ന് പഞ്ചാബ് യൂണിവേഴ്സിറ്റി ആയിരുന്നു വിന്നർ. ഭുവനേശ്വറിൽ വെച്ചിട്ടാണ്, ഒറീസ ഭുവനേശ്വറിൽ വെച്ചായിരുന്നു അന്ന് കണ്ടക്ട് ചെയ്തത്. 2023 ചണ്ഡീഗഡ് യൂണിവേഴ്സിറ്റിയാണ് വിന്നർ. നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളിൽ വെച്ചായിരുന്നു മത്സരം നടന്നത്. അതുപോലെ 2022 വിന്നർ ഞാൻ പറഞ്ഞു, UP-യിൽ വെച്ച് നടന്ന യൂണിവേഴ്സിറ്റി ഗെയിംസിൽ 2022 പഞ്ചാബ് യൂണിവേഴ്സിറ്റി ആയിരുന്നു വിന്നർ. അപ്പോൾ അതൊന്നും ഓർത്ത് വെക്കുക. ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് നോക്കാം. 2023 ആദ്യമായിട്ടാണ് നടക്കുന്നത്. ഫസ്റ്റ് എഡിഷൻ ആണ് ഇത്. ന്യൂഡൽഹിയിൽ വെച്ചായിരുന്നു നടന്നത്. ഉജ്ജ്വല എന്ന കുരുവി, ഉജ്ജ്വല എന്ന് പറഞ്ഞ സ്പെയറോ ആയിരുന്നു അന്നത്തെ മാസ്കോട്ട്. വിന്നർ ഹരിയാനയാണ്. ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് 2023 വിന്നർ ചോദിച്ച അത് ഹരിയാനയാണ്. കേരളം 17ാമത്തെ പൊസിഷനിലാണെന്നും കൂടെ ഓർത്തു വെക്കുക. ഒരു ഗോൾഡാണ് നേടിയത്. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2023 നോക്കാം. വേദി തമിഴ്നാടു ആയിരുന്നു. ചെന്നൈ, മധുരൈ, ട്രിച്ചി, കോയമ്പത്തൂർ വെച്ചായിരുന്നു മത്സരം സംഘടിപ്പിച്ചത്. 6th എഡിഷൻ ആണെന്ന് ഓർത്ത് വെക്കുക. ഭാഗ്യചിഹ്നം വീർ മങ്കൈ. റാണി വേലു നാച്ചിയാരായിരുന്നു ഭാഗ്യചിഹ്നം. ഇതിൽ നമുക്ക് ലോഗോയിൽ കാണാം, തിരുവള്ളുവറിന്റെ സ്റ്റാച്യു കാണാം. അപ്പൊ ലോഗോയിൽ ഏത് കവിയുടെ പിക്കാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചോദിച്ചിട്ട്, അല്ലെങ്കിൽ സ്റ്റാച്യു ആണെന്ന് ചോദിച്ചാൽ തിരുവള്ളുവരാണെന്ന് ഓർത്ത് വെക്കുക. മഹാരാഷ്ട്രയായിരുന്നു വിന്നറും. ഓക്കെ, മഹാരാഷ്ട്രയാണ് വിന്നർ. അപ്പൊ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2023 ആണ് ലാസ്റ്റ് നടന്നത്. 6th എഡിഷൻ ആണ്. കേരളത്തിന്റെ പൊസിഷൻ നോക്കാം. 9ാം സ്ഥാനത്തായിരുന്നു കേരളം. 11 സ്വർണം, 9 വെള്ളി, 15 വെങ്കലമായിരുന്നു നേടിയത്. 2023 കേരളം 9ാം സ്ഥാനത്തായിരുന്നു. 2022 വേദി ചോദിച്ച മധ്യപ്രദേശിലാണ്. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2022 മധ്യപ്രദേശിൽ വെച്ചായിരുന്നു. ഭാഗ്യചിഹ്നം ആശ എന്ന ചീറ്റയും മൗഗ്ലിയാണെന്ന് ഓർത്ത് വെക്കുക. നിങ്ങൾക്ക് പിക്കിൽ കാണാം, ചീറ്റേനെയും കാണാം, മൗഗ്ലിനെയും കാണാം. ഇനി വിന്നേഴ്സ് ലിസ്റ്റ് ഒന്ന് നോക്കാം. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ ടേബിൾ ആണ് കൊടുത്തിരിക്കുന്നത്. 2018 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ആരംഭിച്ചത്. അന്നത്തെ വിന്നർ ഹരിയാനയായിരുന്നു. ന്യൂഡൽഹിയിൽ വെച്ചായിരുന്നു മത്സരം നടന്നത്. ഇനി 2023 ഞാൻ പറഞ്ഞു, മഹാരാഷ്ട്രയാണ് വിന്നർ. ഓക്കെ, തമിഴ്നാടു റണ്ണറപ്പ് ആയിരുന്നു. വേദി ചോദിച്ച ചെന്നൈയാണ്. 2022 മഹാരാഷ്ട്ര തന്നെയായിരുന്നു വിന്നർ. അന്ന് മധ്യപ്രദേശിൽ വെച്ചായിരുന്നു നടന്നത്. ഓക്കെ, ഹരിയാന റണ്ണറപ്പ് ആയിരുന്നു. അടുത്തതായി ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് 2024 ആണ്. 4th എഡിഷൻ ആണെന്ന് ഓർത്ത് വെക്കുക. വേദി ലഡാക്കിലും ഗുൽമാർഗിലും വെച്ചിട്ടായിരുന്നു നടന്നത്. ഇതിന്റെ ഭാഗ്യചിഹ്നം ഷീൻ ഇഷി അല്ലെങ്കിൽ ഷാൻ, സ്നോ ലെപ്പേർഡ് ആണ് കേട്ടോ. സ്നോ ലെപ്പേർഡ് ആയിരുന്നു, ഓർത്ത് വെക്കുക. ഭാഗ്യചിഹ്നം സ്നോ ലെപ്പേർഡ് ആണ്. ഷാൻ അല്ലെങ്കിൽ ഷീൻ ഇ ഷി. ഓക്കെ, ഇനി വിന്നർ ഇന്ത്യൻ ആർമിയാണ്. വിന്നർ ആരാണ്? ഇന്ത്യൻ ആർമിയാണ്. 10 ഗോൾഡ്, 5 സിൽവർ, 6 ബ്രോൺസ് ആണ് ഇന്ത്യൻ ആർമി നേടിയത്. അപ്പം ഈ 2 സ്ഥലങ്ങൾ ലഡാക്കിലും ഗുൽമാർഗും പറഞ്ഞു. അതിൽ ആദ്യത്തെ പാർട്ട് ലഡാക്കിൽ വെച്ചിട്ടും സെക്കൻഡ് പാർട്ട് ഗുൽമാർഗിൽ വെച്ചിട്ടുമാണ് നടന്നത്. സ്നോ ലെപ്പേർഡാണ് ഭാഗ്യചിഹ്നം. ഇത് PSC എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഭാഗ്യചിഹ്നം. ഹിമപ്പുലിയെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓർത്ത് വെക്കുക, ഷീൻ ഇഷി അല്ലെങ്കിൽ ഷാൻ എന്ന ഹിമപ്പുലിയാണ് വിന്റർ ഗെയിംസിന്റെ മാസ്കോട്ട്. ഇനി ഇതിന്റെ വിന്നേഴ്സ് ലിസ്റ്റ് നോക്കാം. 4 എഡിഷൻ ആണെന്ന് ഞാൻ പറഞ്ഞു. 2020 ജമ്മു കാശ്മീർ ആയിരുന്നു അന്ന് വിന്നർ.
അന്ന് ഹോസ്റ്റ് ചെയ്തത് ഗുൽമാർഗിൽ വെച്ചാണ് ഹോസ്റ്റ് ചെയ്തത്. 2024 ഇന്ത്യൻ ആർമിയാണ് വിന്നർ. റണ്ണറപ്പ് കർണാടകയാണ്. ലഡാക്കും ഗുൽമാർഗിലും വെച്ചിട്ടാണ്. 2023 ജമ്മു കാശ്മീർ തന്നെയായിരുന്നു വിന്നർ. റണ്ണറപ്പ് മഹാരാഷ്ട്രയാണ്. അതുപോലെ വേദി ഗുൽമാർഗിൽ വെച്ചിട്ടായിരുന്നു. അപ്പം വേദി എല്ലാം ഒന്നുകിൽ അത് ലഡാക്കോ ഗുൽമാർഗോ ആണല്ലേ. ഗുൽമാർഗിലാണ് മോസ്റ്റ് ഓഫ് ദ ടൈം, ഗുൽമാർഗിൽ വെച്ചിട്ടായിരുന്നു നടന്നത്. ഓക്കെ, അപ്പം ഇത്രയാണ് നമ്മളെ ഖേലോ ഇന്ത്യ ഗെയിംസിനെ പറ്റിയിട്ടുള്ളത്. ഇതോടുകൂടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് കണ്ടന്റ് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച്. സീ യു അഗെയിൻ.